രാജി കൊണ്ടൊന്നും കോൺഗ്രസിനെ തളർത്താനാകില്ല. അങ്ങനെ വിചാരിച്ചിരുന്നവർക്ക് തെറ്റി. വയനാട് എന്റെ അപ്പച്ചന്റെ രാജി വെളിപ്പെടുത്തലും കൊണ്ട് കോൺഗ്രസിനെ താറടിക്കാമെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് രണ്ടാം ദിവസം പുതിയ DCC അധ്യക്ഷനെ ഷാൾ അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചാണ് കോൺഗ്രസ് മറുപടി പറഞ്ഞത്. ഊഷ്മളമായ ആലിംഗനം നൽകിയാണ് പുതിയ DCC അധ്യക്ഷൻ TJ ഐസക്കിനെ എന്റെ അപ്പച്ചൻ വരവേറ്റത്. ഏറെക്കാലം നീണ്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കൊടുവിലെ അധികാര കൈമാറ്റം. സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന DCC യോഗത്തിൽ TJ ഐസക് ചുമതലയേറ്റു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി ഇടപെട്ടാണ് തന്നെ മാറ്റിയതെന്ന ആരോപണം എന്റെ അപ്പച്ചൻ തള്ളിയിരിക്കുന്നു. എന്നാൽ പ്രിയങ്കയുടെ ഓഫീസിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നതായിട്ടും അപ്പച്ചൻ വെളിപ്പെടുത്തി. NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത തീർക്കുകയും മുള്ളൻകൊല്ലി തർക്കത്തിൽ സമവായം തേടുകയും ചെയ്തുവെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ വലിയ വെല്ലുവിളിയാണ് TJ ഐസക്കിനുള്ളത്. അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന്റെ പ്രവർത്തനത്തിലെ അതൃപ്തി KPCC നേതൃത്വത്തെ അറിയിച്ചിരുന്നതായിട്ടും രാജിവെച്ച വയനാട് DCC പ്രസിഡന്റ് എന്റെ അപ്പച്ചൻ വെളിപ്പെടുത്തിയിരുന്നു. മുള്ളൻകൊല്ലി കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ തുറന്നു പറച്ചിലുണ്ടാകുമെന്നും അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ TJ ഐസക്കിന് പുതിയ DCC പ്രസിഡന്റായി ചുമതലയേറ്റു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട് DCC പ്രസിഡന്റായിരുന്ന എന്റെ അപ്പച്ചൻ രാജിവെച്ചത്. മുള്ളൻകൊല്ലിയിലെ ഗ്രൂപ്പ് പോരും ബത്തേരി ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണങ്ങളും തുടർന്നുണ്ടായ ആത്മഹത്യകളെല്ലാം കഴിഞ്ഞ കുറെ നാളുകളായി വയനാട്ടിലെ കോൺഗ്രസിന് തുടർച്ചയായ വെല്ലുവിളികൾ ഉയർത്തുകയായിരുന്നു. ഗ്രൂപ്പ് പോര് അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ പുൽപ്പള്ളിയിൽ കൂടിയ യോഗം തമ്മിലടിയിലാണ് കലാശിച്ചത്. ഈ യോഗത്തിൽ എന്റെ അപ്പച്ചന് നേരെ പോലും കയ്യേറ്റ ശ്രമമുണ്ടായി. തുടർന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിച്ച വയനാട്ടിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. കൽപ്പറ്റയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുൽപ്പള്ളിയിലെത്തി എതിർ ഗ്രൂപ്പുകാരെ മർദ്ദിച്ചു. മുള്ളൻകൊല്ലി 2ാം വാർഡ് പ്രസിഡന്റ് കനാട്ടുമല തങ്കച്ചന്റെ വീട്ടിൽ കർണാടക മദ്യവും സ്ഫോടക വസ്തുക്കളും കൊണ്ടുവച്ച് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി ജയിലടച്ചതും ഗ്രൂപ്പ് പോരിനെ തുടർന്നായിരുന്നു എന്നാണ് അറിയുന്നത്. ഇതിന് പിന്നാലെ ഉണ്ടായ സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങളിൽ മനംതൊന്ത മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് നെല്ലയുടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തതോടെ നേതൃത്വത്തിന് ഇടപെടാതെ വയ്യ എന്നായി. ജോസ് നെല്ലയുടെ ആത്മഹത്യയും NM വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യാ ശ്രമവും പ്രിയങ്ക ഗാന്ധി മണ്ഡല പര്യടനത്തിനായി വയനാട്ടിലുള്ള ദിവസമായിരുന്നു എന്നതും പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. NM വിജയന്റെ കുടുംബവുമായി ഉണ്ടാക്കിയ ധാരണ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നതാണ് പരസ്യമായ വീഴ്പ്പലക്കളിലേക്ക് കൊണ്ടെത്തിച്ചത്. മുള്ളൻകൊല്ലി പുൽപ്പള്ളി മേഖലയിലെ വിഭാഗീയത അവസാനിപ്പിക്കാനായില്ല എന്ന് മാത്രമല്ല പുനഃസംഘടനയിലൂടെ പ്രശ്നം കൂടുതൽ വഷളാക്കിയെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ടായതാനും. ഒടുവിൽ KPCC തന്നെ നേരിട്ട് ഇടപെട്ട് സഞ്ജീവ് ജോസഫ് MLA, ജമീല ആലിപ്പറ്റ എന്നിവരുടെ സമിതിയെ നിയോഗിച്ചാണ് മുള്ളൻകൊല്ലിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത KPCC അക്കൗണ്ടിൽ നിന്നും പണമടച്ച് വീട്ടുകയും ചെയ്തു. വയനാട്ടിലെ ഓരോ പാർട്ടി പ്രശ്നങ്ങൾക്കും പുറത്തേക്കെങ്കിലും പരിഹാരമായതിന്റെ ഒടുവിലാണ് എന്റെ അപ്പച്ചൻ രാജി എന്നതും വൈരുദ്ധ്യമായി മാറി. അപ്പച്ചന്റെ കാര്യത്തിൽ പ്രിയങ്ക പറഞ്ഞത് റിമൂവ് ഹിം ഇമ്മീഡിയറ്റ്ലി എന്നായിരുന്നു പരദ്ധതി. പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു എന്നാണ് അപ്പച്ചൻ തന്നെ തുറന്നു പറയുന്നത്.